അദ്ദേഹം ബിസിനസ്സും കച്ചവടം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അതിൻ്റെ ഇടയിൽ ആളെ എല്ലാ ഇടപാടുകളും മുഴുവനും സ്തംഭിച്ച് MLA ആയി, രാഷ്ട്രീയത്തിലൊന്ന് ഒരു മന്ത്രി ആവാനുള്ള ഒരു ചാൻസ് നോക്കി എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാകാം, അതൊന്നും നടക്കാതെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആർക്കും ഭ്രാന്ത് പിടിക്കില്ലേ? സത്യത്തിൽ അതാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു എന്തോ വളരെ നിധി കിട്ടുമെന്ന്. സത്യത്തിൽ അവർക്ക് കിട്ടിയത് എന്താ പറയാ, വെറും ഒരു ചെമ്പ്, നിധിയല്ല, വെറും ചെമ്പ്. കാരണം കാര്യമായിട്ടൊന്നും അൻവറിന്റെ ഭാഗത്തുനിന്ന് സത്യസന്ധമായി പറയുകയാണെങ്കിൽ വന്നിട്ടില്ല. ഈ 5 നേരം നമസ്കാരം മറുനാടൻ മലയാളിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കയ്യിലുള്ള വെടി മരുന്ന്. സമീപകാലത്ത് ഏറ്റവും മാധ്യമ ശ്രദ്ധ നേടിയൊരു സമ്മേളനം അൻവറുടെ നിലമ്പൂരിലെ സമ്മേളനത്തെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. 100 കസേരകൾ മാത്രമേ അവിടെ മൈതാനത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ അതിനും 10ഉം 20ഉം ഇരട്ടി ആൾക്കാർ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. എന്താണ് അൻവർ ഈ പൊതുയോഗത്തിലൂടെ കേരളീയരോട് പറഞ്ഞത്? നമുക്ക് അന്വേഷിക്കാം. എന്താണ് കേരളത്തോട് അൻവർ പറയാൻ ശ്രമിച്ചത്? ഓക്കെ, സത്യത്തിൽ ഈ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവനും ശരിക്കും 2.5 മണിക്കൂർ നേരം ലൈവായി ആ സമ്മേളനം റിപ്പോർട്ട് ടെലികാസ്റ്റ് ചെയ്തു. വൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്താണ് അൻവർ പറയാൻ പോകുന്നത്. ഞാനും ആ പ്രതീക്ഷയോടെ കൂടി തന്നെയാണ് കാത്തിരുന്നത്. സത്യത്തിൽ അൻവറിന്റെ പ്രസംഗം 2.5 മണിക്കൂർ കേട്ട് കഴിഞ്ഞപ്പോൾ പുതിയതായി അൻവറിന് ഒന്നും പറയാനായിട്ടുള്ളതായിട്ട് കേട്ടില്ല. കാരണം PC ജോർജ് പണ്ട് പറഞ്ഞിട്ടുള്ളത്, കേരളത്തിലെ പ്രതിപക്ഷം സ്വപ്ന സുരേഷ് കാലാകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ, ചാനൽ ചർച്ചകളിൽ പല സമയങ്ങളിലും ചർച്ച വന്നുള്ള വിഷയങ്ങൾ, ഇത് അൻവർ വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഞാൻ ജോൺസേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനും പ്രസംഗം കേട്ടിരുന്നതാണ്. തുടക്കം ഒരു പക്ഷേ കഴിഞ്ഞ കാലം DPM പുറത്തു പോകുന്ന ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്ന പോലെ ആർത്ത് വിലപിക്കുമായിരുന്നു, 5 നേരം നിസ്കരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അതുപോലെ വർഗീയമായുള്ള ചില പരാമർശം. അത് തന്നെയായിരിക്കുമോ ഇനി തുരപ്പ് ചീട്ട്? അത് തന്നെയായിരിക്കും കേരളം മുഴുവൻ ഇനിയും അൻവറിന്റെ നീക്കങ്ങൾ? അൻവറിന്റെ മുന്നിൽ ഇന്നലത്തെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഇത് ഇന്നലത്തെ പ്രസംഗത്തിന്റെ രീതി വെച്ചിട്ട് കാര്യമായിട്ട് ഉള്ളിൽ വെച്ച് സംസാരിക്കാനോ പെരുമാറാനോ അറിയുന്ന ഒരാളല്ല. ഉള്ള വികാരം അതുപ്രകാരം തുറന്ന്, ആൾക്ക് ഉള്ള വികാരം എന്താ അതുപോലെ തുറന്ന് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഉള്ളത് പുറത്തേക്ക് വരും. കാരണം ചില രാഷ്ട്രീയ നേതാക്കൾ ഉള്ളിലൊന്നും ഉണ്ടായിരിക്കും, അത് അവരുടെ മുഖത്തിന്റെ എക്സ്പ്രഷനിൽ പോലും പുറത്തു വരില്ല. പക്ഷെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ ഉള്ളിലുള്ള മുഴുവനും പുറത്തേക്ക് വന്നു. ഇന്നലെ 100 വിഷയങ്ങൾ പറഞ്ഞതിൽ 99 വിഷയം ജനങ്ങൾക്ക് അംഗീകരിക്കാവുന്ന വിഷയമായിരുന്നു. പക്ഷേ ഒറ്റ വിഷയത്തിൽ തന്നെ അൻവറിന്റെ തുറുപ്പ് പുറത്തേക്ക് വന്നു. അത് അൻവറിന്റെ വിവരക്കേടുകൊണ്ടോ അറിവുകേടുകൊണ്ടായിരിക്കും പറഞ്ഞത്. കാരണം മറുനാടൻ മലയാളിയെ ചൊല്ലിയുള്ള തർക്കത്തെ ചൊല്ലിയാണ് പറഞ്ഞത് തുടങ്ങിയത്. അത് തന്നെ പാളിപ്പോയി. കാരണം ആ വിഷയം അൻവർ പറയാതിരുന്നെങ്കിൽ, അത് മറച്ചു വെച്ചുകൊണ്ട് അൻവർ സംസാരിക്കുകയാണെങ്കിൽ അൻവർ വിജയിക്കുമായിരുന്നു. പക്ഷെ ആ ഒരൊറ്റ വേർഡിൽ തന്നെ എന്ത് സംഭവിച്ചു? മറുനാടൻ വർഗീയവാദിയാണെന്നും കേരളത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ പോവാന്നും എന്നെല്ലാം പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞപ്പോൾ മറുനാടനോടുള്ള വിരോധത്തെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളുടെ മുന്നേ ആരംഭം രീതിയിലേക്ക് പുറത്തേക്ക് വന്നു. ഇപ്പൊ നമ്മൾ മറുനാടൻ ചാനൽ കാണുന്ന ലക്ഷം ജനങ്ങളുണ്ടെന്ന്. അപ്പോ അൻവർ പറഞ്ഞു വെക്കുന്ന സത്യത്തിൽ ഈ മറുനാടൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. പിണറായി വിജയനെ തലങ്ങും ദിവസത്തിൽ ഒരു വീഡിയോ പിണറായി വിജയനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മറുനാടൻ മലയാളി. അപ്പോൾ പിണറായിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങളെ മുഴുവനും എതിർത്തിരുന്നു എന്നുള്ളതാണ് സത്യം. ആ ഒരു വിഷയം മുഖ്യ വിഷയമായി വന്നതോടുകൂടി അൻവർ അയാൾ ഒരു വർഗീയവാദിയാണ്, അയാൾ കേരളത്തിലെ എന്താ പറയുക മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞു. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ നിയമവാഴ്ചയുള്ള രാജ്യമാണ്. ഇത് പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഒന്നല്ല, ഇവിടെ നിയമങ്ങളുണ്ട്. പക്ഷെ ഒരു നിയമത്തിലും അയാളെ തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാരണം അയാളുടെ കംപ്ലീറ്റ് ഉപകരണങ്ങൾ പിടിച്ചു കൊണ്ടുപോയിട്ട് അയാളുടെ വീഡിയോസ് മുഴുവനും പോലീസും കോടതി മുഴുവനും പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ അൻവർ പറഞ്ഞ ഒരു ആരോപണം അതിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അയാളെ പുറത്തേക്ക് വിട്ടത്. അയാളെ തൊടാൻ കഴിയാത്തത്
അതുകൊണ്ടാണ്. അത് മുഖ്യമന്ത്രിയുടെ കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ബലം കൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളിലാണ് മറുനാടൻ പുറത്തു വന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഭരണഘടനയ്ക്കാണ്. പക്ഷെ അതിന് പകരം അത് മുഖ്യമന്ത്രിയുടെ കഴിവേടാണ്, അത് പോലീസിന്റെ കഴിവേടാണ് എന്ന തരത്തിൽ അത് വന്നപ്പോൾ തന്നെ പൊതുസമൂഹത്തിന് ഒറ്റയടിക്ക് തന്നെ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം മുഴുവനും ആവിയായി പോയി എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല, അൻവറിന്റെ ഉള്ളിലുള്ള അൻവറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് ഈ വിഷയത്തെ ബൂസ്റ്റ് ചെയ്യിപ്പിച്ച് ഫ്രണ്ടിലേക്ക് കയറ്റിയാൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പായി കിട്ടും എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അൻവർ ഈ മറുനാടന്റെ വിഷയം ഫസ്റ്റിൽ എടുത്തിട്ട്. അത് തന്നെയാണ് ഇന്നലത്തെ അൻവറിലുള്ള തുടക്കം തന്നെ പാളി. അൻവറിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. മറ്റു വിഷയങ്ങൾ 99 വിഷയങ്ങളും അൻവർ പറഞ്ഞതിനോട് മലയാളികൾ യോജിക്കും. പക്ഷെ അത് ഏറ്റവും ഒന്നാമത്തെ വിഷയം തന്നെ പാളിപ്പോയി. അത് അവിടെ കൂടിയിരുന്ന ആളുകള് അവസാന സമയത്ത് അവർക്ക് പിരിഞ്ഞു പോകാനായിട്ട് താല്പര്യമില്ല. കാരണം ഇനിയും അവർ പ്രതീക്ഷിച്ചിരുന്നു, വളരെ വലിയ വലിയ വാർത്തകൾ, രഹസ്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒന്നും അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു ടച്ച് കൊണ്ട് നമുക്ക് മൊബൈലിലൂടെ ഇപ്പം നിങ്ങളുടെ വികാരങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റും. എത്രത്തോളം പ്രായോഗികമാണ് ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? ഇതില് അൻവറിന്റെ സംസാരത്തില് അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ട്. അവരാണ് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്നത്. അവർ ചലിപ്പിക്കുന്നതനുസരിച്ചാണ് അൻവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അൻവറിന് ഒരിക്കലും ഉറപ്പില്ല എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നുള്ളത്. അവർ അൻവറിന്റെ കൂടെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഒരു ചലനം ഉണ്ടെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്ത്, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലേ, നമ്മളൊരു എന്താ പറയാ, ഒരു ആൾ ദൈവം തുടക്കത്തിൽ കാര്യമായിട്ട് ആളുകളൊന്നും ഉണ്ടല്ലോ, ഒരു സമയം കഴിഞ്ഞാൽ അത് അവരെ കൺട്രോൾ ചെയ്യുന്ന കുറെ ആളുകൾ പിന്നാലെ കൂടും എന്ന് പറഞ്ഞ പോലെ അൻവറിന്റെ ബാക്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ശക്തന്മാരായ ആളുകളുണ്ട്. അവരുടെ നീക്കം എന്താണ്, അൻവറിന് അവർ മൂല്യം കൽപ്പിക്കുന്നുണ്ടോ എന്ന് ഉള്ള ഒരു ടെസ്റ്റ് ഡോസിനുള്ള സമയമാണ്. അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് അൻവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവർ തുടക്കം 5 നേരമുള്ള നിസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മുടെ മുന്നിൽ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഇതുപോലെ അബ്ദുള്ള കുട്ടി ഇങ്ങനെ പോയാണ്, അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്നു. അൻവറിന്റെ നീക്കങ്ങൾ എങ്ങോട്ടായിരിക്കുന്നത്? ജോൺസേണിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എങ്ങനെയാണ്? എന്റെ അഭിപ്രായത്തിൽ അൻവറിന് ഒരു ശക്തി തെളിയിക്കാൻ സാധിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിരോധിത സംഘടനകൾ പലതും ഉണ്ടെന്ന്. അത് ഇടതുപക്ഷ മുന്നണിയിലും വലതുപക്ഷ മുന്നണിയിലും അതുപോലെ പല ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലും ഇത്തരം ആളുകൾ നുഴഞ്ഞ് കയറി കൂടിയിട്ടുണ്ട്. ഇത്തരം മുഴുവൻ ആളുകളെയും ഒരു പ്രത്യേക സമയത്ത് ഏകോപിച്ച് പുറത്തേക്ക് വന്ന് രംഗത്ത് വന്ന് കഴിഞ്ഞാൽ ഉള്ളിൽ നിൽക്കുകയാണെങ്കിലും അവരുടെ ബാഹ്യമായ ആന്തരികമായ പിന്തുണ, ബാഹ്യമായി പുറത്തേക്ക് വന്നില്ല, ആന്തരികമായ പിന്തുണ അൻവറിന് കൊടുത്തുകൊണ്ട് ഇപ്പൊ നമ്മളൊരു ഇലക്ഷനിൽ നമുക്കറിയാം, ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് 3000 വോട്ട് കിട്ടിയ സമയത്ത് അൻവറിന് അവിടെ 2ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? പരസ്യമായിട്ടുള്ള നീക്കം നടന്നില്ലല്ലോ, രഹസ്യമായിട്ടുള്ള നീക്കം എന്ന് പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും ഇത്തരം നീക്കത്തിലൂടെ അൻവറിന് ശക്തി തെളിയിക്കാൻ സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം. അതൊരു ഇലക്ഷൻ വിജയങ്ങളിലേക്ക് അങ്ങനെയല്ല, അൻവർ ശക്തി തെളിയിക്കും. കാരണം അൻവറിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് വരുമോ? അത് എന്താ വെച്ചാലേ, അൻവറിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇടതുപക്ഷ മുന്നണിയാണ് ഇപ്പൊ മുഖ്യ ശത്രുവായിട്ട് നിൽക്കുന്നത്. മുഖ്യ ശത്രു എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ഇടതുപക്ഷമാണ് അൻവറിന്റെ. അപ്പോ ഇടതുപക്ഷ മുന്നണിയെ ഏതു വിധത്തിലും തറ പറ്റിക്കുക എന്നുള്ള ഒരു നീക്കമായിരിക്കും അൻവറിന്റെ ഭാഗത്തുണ്ടാവുക. ഇടതുപക്ഷ മുന്നണിയെ നിലം പരിശായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അൻവറിന് അവിടെ ഒരു ചാൻസ് വരും. പക്ഷെ നേതാവ് പറഞ്ഞിട്ടുണ്ട് അൻവറിന്റെ വിഷയം ഇപ്പം ആലോചിക്കേണ്ട വിഷയമില്ല. ഒരുപക്ഷെ ഭാവിയിൽ ആലോചിക്കുമായിരിക്കും. നമുക്ക് ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ ഏത് യുദ്ധത്തിലും രാഷ്ട്രീയത്തിലും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ മുഖ്യ ശത്രു ഇടതുപക്ഷമാകുമ്പോൾ ഇടതുപക്ഷത്തിനെ ഏതൊക്കെ വിധത്തിൽ തോൽപ്പിക്കാം എന്നുള്ളൊരു നയമായിരിക്കും അൻവറുമായി ബന്ധപ്പെട്ട ആൾ എടുക്കുക. പിണറായി വിജയൻ മുഖ്യമന്ത്രി അൻവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ തൽക്കാലം ലീഗിലേക്കോ കോൺഗ്രസിലേക്കോ ഒന്നും പോകുന്നില്ല. പുതിയ പാർട്ടിയെ കുറിച്ച് ഞാൻ വ്യക്തമായി ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ കൂടിയിരുന്ന ആൾക്കാർക്ക് ഒരു പാർട്ടി ആകണമെങ്കിൽ ആ പാർട്ടിയിൽ ഞാൻ അംഗമാവും.
മറുപടി കൊടുക്കാനോ അങ്ങനെ വല്ലതും തയ്യാറാകുമോ? മുഖ്യമന്ത്രി ശരിക്കും ഒരു ചക്രവ്യൂഹം ഒരുക്കി കാത്തിരിക്കുകയാണ്. അഭിമന്യു ചക്രവ്യൂഹത്തിൽ പെട്ട് തകർന്നടിഞ്ഞ പോലെ അൻവർ മുഖ്യമന്ത്രി ഒരുക്കുന്ന ചക്രവ്യൂഹത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് അതിന്റെ ഉള്ളിൽ പെട്ടുപോകാനാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള സാധ്യത. മാധ്യമങ്ങൾക്ക് ഇന്നലെ ഒരു ചാകരയായിരുന്നു അല്ലേ സത്യം പറഞ്ഞാൽ? മാധ്യമങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന സമീപകാലത്ത് ഉണ്ടാക്കുന്ന സംഭവങ്ങളിൽ അല്ലെങ്കിൽ അൻവർ വിഷയത്തിലൊക്കെ ഒരുപാട് കച്ചുണ്ടാക്കുന്നുണ്ടാവും. ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു എന്തോ വളരെ നിധി കിട്ടുമെന്ന്. സത്യത്തിൽ അവർക്ക് കിട്ടിയത് എന്താ പറയാ, വെറും ഒരു ചെമ്പ്. നിധിയല്ല, വെറും ചെമ്പ്. കാരണം കാര്യമായിട്ടൊന്നും അൻവറിന്റെ ഭാഗത്തുനിന്ന് സത്യസന്ധമായി പറയുകയാണെങ്കിൽ വന്നിട്ടില്ല. നാളെയും മറ്റന്നാളും ഒക്കെ അൻവർ പല പ്രസ്താവനകളും വരുന്നുണ്ട്. പക്ഷെ എന്തായാലും കയ്യിലുള്ള വെടി 5 നേരം നമസ്കാരം മറുനാടൻ മലയാളിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കയ്യിലുള്ള വെടി മരുന്ന് കുറവാണ്. 5 നേരം നമസ്കാരമാണ് ഇപ്പോഴത്തെ ഒരു ചെറുപ്പ് ചീട്ട്. താങ്ക് യു.